ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗാർഡൻ വീഡിയോ കാണിച്ചിട്ട്. അതായത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് അന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുമ്പോൾ അതൊരുപാട് ലെങ്തി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഇന്ന് അതിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആട്ടോ ഇന്ന്. അപ്പോൾ ഇതാ ഈ ഒരു പൂ നോക്കിയപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടൊരു കളർ കേട്ടോ, അത് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ കളർ കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സൂര്യകാന്തിയുടെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ സൂര്യകാന്തിയുടെ പൂവല്ല, പക്ഷേ സൂര്യകാന്തിയോട് സാമ്യമുള്ള വേറൊരു ടൈപ്പ് പൂവാട്ടോ. അപ്പോൾ എന്തായാലും ഇതായാലും നിറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കുറേ ദിവസം മുന്നേ ഉണ്ടായതൊക്കെ കുറച്ചൊന്ന് ഡള്ളായി നിൽക്കുന്നുണ്ട്. അപ്പം നല്ല അതെല്ലാം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ വീണ്ടും പുതിയൊരു തളർപ്പൊക്കെ വന്നിട്ട് പുതിയ പൂക്കളൊക്കെ അവിടെ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൂണിങ്ങിന് വെയിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതായാലും നമുക്ക് ഒരു തൈയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു തൈയിൽ നിന്ന് നോക്കി ഒരുപാട് തൈകളാട്ടോ ഇപ്പോഴായാലും നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റിലൊന്നും പോയില്ല കേട്ടോ. ഈ ഒരു ലെവൽ വരെ ഇത് ഹൈറ്റ് വയ്ക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇപ്രാവശ്യത്തെ പുതിയ തൈയാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ അതായത് ഒരു 2-3 വർഷം പഴക്കമുള്ള തൈകളും ഉണ്ട്. അപ്പോൾ ഇതൊരു 3-4 വർഷമൊക്കെ നിൽക്കും കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നോക്കി ഒരുപാട് ഇലകളൊന്നും ഇല്ലാതെ ഇലകളേക്കാൾ കൂടുതലായിട്ട് പൂ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ തന്നെ ആയിരിക്കും കേട്ടോ. അത്രയും നല്ല ഫ്രഷ്നെസ് ആയിട്ട് നിൽക്കട്ടെ നമ്മുടെ ഓരോ പൂക്കളും. അതുപോലെ തന്നെ സൈസായാലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സൈസ് തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പൂക്കളൊക്കെ ഇടുന്ന ഒരു ടൈമിൽ, അതായത് നമ്മുടെ ഓണ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു എന്താ പറയുക ഒരു കളം നിറയാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂ തന്നെ മതി. കാരണം അത്രത്തോളം നല്ല സൈസുള്ള പൂവാണ്. അതുപോലെ തന്നെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ അതായത് രാവിലെ വൈകുന്നേരമൊക്കെ ആയി ഒരുപാട് പൂമ്പാറ്റകളൊക്കെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ കിടക്കുന്ന ഒരു പൂവാണ് നമ്മുടെ ഹൈഡ്രാഞ്ചി. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നും നമ്മുടെ വീഡിയോസിലൂടെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്നായാലും നോക്കി ഹൈഡ്രാഞ്ചിൽ ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ ഇത് വെറും 2 ഉണ്ട മാത്രമാട്ടോ. നോക്കി ഓരോ ഉണ്ടയും നോക്കി നല്ല അടിപൊളിയായിട്ട് അത്രയും നല്ല സൈസിലാണ് നിൽക്കുന്നത്. കറക്റ്റ് നമുക്ക് എന്താ ഒരു ബൊക്കയുടെ ഒരു സെറ്റപ്പിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റിലൊന്നും ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയൊരു ഹൈറ്റിലാട്ടോ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എത്ര ചെറുതാണെങ്കിൽ പോലും ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടി കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 3-4 ചൂട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ എല്ലാ ഹൈഡ്രാഞ്ചിൻ്റെ ചൂടായാലും നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും പൂക്കളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 2 മാസം മുന്നേ നമ്മൾ നല്ലൊരു ഹാർഡ് പ്രൂണിങ്ങിന് ശേഷം കേട്ടോ ഈ ഒരു ചെടി ഇത്രയും നല്ല രീതിയിൽ തന്നെ പുതിയ തളിർപ്പായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സോഫ്റ്റനിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൂണിങ് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം പൂക്കൾ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വളരാനും അതുപോലെ തന്നെ ചെടി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി ലോങ് ടൈം നിൽക്കാനൊക്കെ നമുക്ക് എപ്പോഴും പ്രൂണിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നോക്കി താഴേക്ക് ഇങ്ങനെ മുട്ടി കിടക്കും കേട്ടോ ഒരിത്. കാരണം അത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ള പൂവായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ നോക്കി നല്ല അത്യാവശ്യം നല്ല വലിയ ഉണ്ടയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പൂവ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ. മാത്രമല്ല ഉണ്ടായി കഴിഞ്ഞാലും ഒരുപാട് നാളുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ പൂവായാലും ഇപ്പോൾ നമുക്കിതിൽ പല സൈസുള്ളത് അവൈലബിൾ ആട്ടോ. നോക്കി ഇതിപ്പോൾ ഒന്ന് മുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി ഒന്ന് വിരിഞ്ഞ് വരുമ്പോഴത്തേനും സൈസ് ഇങ്ങനെ നന്നായിട്ട് വട്ടം വീശി വരും കേട്ടോ. അതുപോലെ തന്നെ പല സൈസിലും അതുപോലെ തന്നെ പല നിറത്തിലും ആട്ടോ. അതായത് സൈസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ആ ഒരു കളറും നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി ഉണ്ടായി വരുമ്പോൾ ഈ ഒരു കളറാണെങ്കിലും നന്നായിട്ട് തന്നെ സൈസൊക്കെ വെച്ച് ഒരു നല്ല രീതിയിൽ തന്നെ ഫുൾ ഗ്രോത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു വയലറ്റ് കളറിലേക്കാട്ടോ മാറുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്തായിട്ട് വീണ്ടും നമ്മുടെ ചെണ്ടുമല്ലി ആട്ടോ. അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി ഇപ്പോൾ എനിക്ക് വെറും 2 തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ചെണ്ടുമല്ലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെണ്ടുമല്ലിയുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ പോയതാട്ടോ. ഇപ്പോൾ എന്തായാലും ഇതിൽ ഒരുപാട് വിത്തുകളുണ്ട്. ഈ ഒരു വിത്തുകൾ നമ്മൾ ഇവിടെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നനയും കൂടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പൊട്ടി മുളച്ചോളും. പിന്നെ നമ്മൾ വലിയ കെയറിങ് ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ കാടൊക്കെ ഒന്ന് ഇടയ്ക്ക് പറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായാലും നമുക്കിപ്പോൾ ഒന്നുകൂടി കാടൊക്കെ ഒന്ന് പറിച്ച് കൊടുക്കാൻ കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോരോ മഴയൊക്കെ കിട്ടുന്നതോറും നല്ല രീതി തന്നെ കേട്ടോ കാട് വരുന്നത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വിത്തുകളായാലും അതിൻ്റെ ഒപ്പം പൊട്ടി മുളച്ചോളൂ. അപ്പോൾ എന്തായാലും കാടൊന്നും നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യണം. അതേപോലെ നോക്കിയത് നിറച്ചുണ്ട് കേട്ടോ. നന്നായിട്ട് അതിൽ തന്നെ ഇങ്ങനെ നിന്ന് മൂത്ത് ഉണങ്ങിയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ ഒരു ചെറിയൊരു നനവ് കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടായിക്കോളും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തൈകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പറിച്ച് നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നോക്കിയിട്ട് പറിച്ച് നടുവും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സൈസും ഉണ്ട് കേട്ടോ നമ്മുടെ ഓരോ പൂക്കൾക്കായാലും. അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ ഒരു പൂവിന് ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. ഈ ഒരു പൂവാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പൂവാട്ടോ. അതായത് നല്ല ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാട്ടോ ഈ ഒരു ചെണ്ടുമല്ലിക്കുള്ളത്. അതുപോലെ തന്നെ യെല്ലോയും നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു യെല്ലോ ഫുള്ളായിട്ട് അങ്ങ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു നമ്മുടെ ചെണ്ടുമല്ലിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു മുരിക്ക് നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുരിക്കിലേക്ക് ഇതാ ചുറ്റിയ പടർന്ന് കയറിയുള്ളത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ
വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നീളത്തിൽ, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഇല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഈ ഒരു വാനിലയുടെ ചൂടിൽ കാടൊക്കെ പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആ ഒരു ഇലകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു വെള്ളം പോലെ സംഭവം വരും. അത് ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞ് ചൊറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വള്ളി നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വള്ളി പോലെ സ്പ്രെഡ് ആയിട്ടുള്ളത് നമ്മുടെ വള്ളി റോസാട്ടോ. അപ്പോൾ വള്ളി റോസിന് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തുള്ളത് നമ്മുടെ കവുങ്ങിലേക്കാണ്. അപ്പോൾ കവുങ്ങിൻ്റെ ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ വിട്ടിട്ടില്ല, ഒരു കാൽ ഭാഗം ഹൈറ്റിൽ മാത്രമായിട്ടോ നമ്മളിപ്പോൾ മാനേജ് ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മളിതിനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹൈറ്റ് വെച്ച് പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് പ്രൂൺ ചെയ്യാനാണെങ്കിൽ മാനേജ് ചെയ്യാനൊക്കെ ആയാലും നമുക്ക് കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ വരെ ആക്കിയിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കണേ. ആ ഒരു കവുങ്ങിൽ തന്നെ നമ്മുടെ വൈറ്റ് കളറുള്ള ശംഖുപുഷ്പം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശംഖുപുഷ്പമായിട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു കവുങ്ങിൻ്റെ നല്ലൊരു ഭാഗവും കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ശംഖുപുഷ്പത്തിൽ ഉണ്ടാകുന്ന പൂ വൈറ്റ് കളറിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ റോസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല തുടുത്തൊരു റെഡ് കളറും കൂടി ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടി. കാരണം ആ ഒരു വൈറ്റും അതുപോലെ തന്നെ റെഡ് കോമ്പിനേഷൻ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഗാർഡനിൽ. അപ്പോൾ എന്തായാലും രണ്ടിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വള്ളി റോസ് ആയാലും ഞാനിപ്പോൾ ഈ അടുത്ത് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരു സോഫ്റ്റ് പ്രൂണിങ് ആട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ആ ഫ്ലവറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത് വളരെ അടിപൊളിയാട്ടോ നമ്മുടെ ഗാർഡനിൽ. പിന്നെ ഇതവിടെ തൊട്ട് താഴെയായിട്ട് കാണുന്നത് നമ്മുടെ കളർ ഇലയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിലായാലും ഇപ്പോൾ കതിരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ. കഴിഞ്ഞ 2 ആഴ്ച മുന്നാണ് നമ്മളിതിൻ്റെ ഒരു കതിരൊക്കെ ഒന്ന് നുള്ളി വിട്ടത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇതിൽ ഇങ്ങനെ കതിരൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സമയമാണ്, അതായത് ഒരു സീസണിലാട്ടോ ഇതിങ്ങനെ വരും. അപ്പോൾ ആ ഒരു സമയം നോക്കി നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു തൈനെ ലോങ് ടൈമിലേക്ക് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഡബിൾ ഷെയ്ഡ് ആട്ടോ വന്നിട്ടുള്ളത്. അത് തന്നെയാട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നതായാലും നല്ല രീതിയിൽ തന്നെ വട്ടം വീശി നന്നായിട്ട് ഇങ്ങനെ പൊട്ടി കൊടുക്കട്ടെ. പിന്നെ ഇതിൽ നിന്ന് വേറൊരു തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ വേറൊരു തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഗ്രോ ബാഗുകളിലോ അതുപോലെ തന്നെ പോട്ടുകളിലോ വെച്ച് കൊടുത്താലും നല്ല അടിപൊളി തന്നെയാണോ. പിന്നെ നമ്മുടെ ജമന്തി, ഇതായാലും നമ്മുടെ കയ്യിൽ 2 വെറൈറ്റി അവൈലബിൾ ആണ്. യെല്ലോ ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ഉണ്ട്. അപ്പോൾ യെല്ലോയും വൈറ്റ് ആയാലും നല്ല രീതിയിൽ തന്നെ വലിപ്പമുള്ള ഫ്ലവേഴ്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെയായാലും ഒരുപാട് തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആയാലും ഒരുപാട് തുളസിയുടെ തൈകളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള ആന്തൂര്യത്തിൻ്റെ തൈകളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആന്തൂര്യത്തിൻ്റെ തൈകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. എന്നാലും അതിലിപ്പോൾ ചെറിയ മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആന്തൂര്യം നമ്മൾ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് നമ്മുടെ പോട്ടുകളിലും ഗ്രോ ബാഗുകളിലും തന്നെയാണ്. എന്നാലും നമ്മൾ ഈ പ്രാവശ്യം കുറച്ചൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് നമ്മുടെ ഗാർഡനിലേക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ചെടികളായാലും നമുക്ക് സീസണിൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ഒന്നും അല്ല കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ എല്ലാ ടൈമിലും നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരുപാട് ചെടികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളിതുപോലെ ഡയറക്റ്റ് മണ്ണിലേക്ക് നടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ പോട്ടുകളിലോ ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് വെക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ റിസ്ക്കും അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് കാട് പറിക്കലായാലും മെയിൻ്റെനൻസ് പരിപാടി കൂടുതൽ നമുക്ക് വരുന്നത് എപ്പോഴും ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മഴ പെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ പെട്ടെന്നായിരിക്കും കാടുകളൊക്കെ പൊട്ടിക്കിളിരിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പണി വരാറുണ്ട്. എങ്കിൽ കൂടി നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിങ് ആയിട്ടുള്ള റിസൾട്ടിനെ നമുക്ക് അവിടെയാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നോക്കി ഇപ്പോൾ നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള തുളസിയുടെ ചെറിയ തൈകളാണ്. അപ്പോൾ ഇതൊക്കെ ഇതാ നോക്കി ചെറിയ തൈകളാണെങ്കിൽ ഇതൊക്കെ അതിരൊക്കെ ഇട്ട് ഉണങ്ങിയിട്ടോ. പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി ഇനം റോസാണുള്ളത്. പിന്നെ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള റോസുകളെ അപേക്ഷിച്ച് ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഇതങ്ങ് ഇല്ലാതായി പോട്ടെ. അത് പെട്ടെന്ന് അതിൻ്റെ എതിരുകൾ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ആയാലും ഇപ്പോൾ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ ചിലതൊക്കെ നോക്കി നേരത്തെ ഉണ്ടായതൊക്കെ നോക്കി അടിയത്തെ എതിലുകൾ ഇത് ആദ്യം കൊഴിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. പിന്നെ ഒരുപാട് ദിവസങ്ങൾ, അതായത് 2 ആഴ്ചയുടെ മേളിലൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലവർ ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റോസ് ഒരുപാട് ദിവസം നമുക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള റോസിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ വലുപ്പം കൊണ്ടുമ്പോൾ തന്നെ നല്ല മണമാട്ടോ. അതായത് ഈ റോസിൻ്റെ മണം നമുക്ക് അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടമല്ലാതായിട്ട് ആരും ഉണ്ടാവില്ല. അല്ലാതെ നല്ല പട്ടിൻ്റെ കളറുള്ള റോസ് തന്നെ ആട്ടോ ഇതായത്. പിന്നെ ഈ കാണുന്ന റോസിൻ്റെ പെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് റോസ് വാട്ടറൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ റോസ് വാട്ടറൊക്കെ നമ്മുടെ സ്കിന്നിനായാലും ഒരുപാട് ഗുണമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ സൈസ് മുമ്പ് തന്നെ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റോസ് വാട്ടറിനായാലും അത്രത്തോളം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊരു കളർ തന്നെ ആയിരിക്കും ഉണ്ടാവുക.
പിന്നെ ഞങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്താണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ പിന്നെ ഞങ്ങൾ ഒപ്പിക്കിട്ടോ. അതുകൊണ്ട് ആളിതാ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലെത്താറുമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് നോക്കി നമ്മുടെ മഞ്ഞക്കോളാമ്പിയുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നോക്കി ഇതിലൊക്കെയാലും നിറച്ച് മുട്ടാട്ടോ. അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റേ അല്ലാട്ടോ. കാരണം എല്ലാ ടൈമിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ തരും കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവറിങ് കൂടാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ നന കൊടുത്താൽ തന്നെ മതി കേട്ടോ. ധാരാളമായിട്ട് പൂക്കൾ നമുക്ക് ഡെയിലി ഉണ്ടാവും. നമ്മളിപ്പോൾ നന കുറച്ച് കുറഞ്ഞെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് അഫക്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രീതിയിൽ തന്നെ വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്നില്ലെങ്കിൽ സ്പ്രിംഗ്ലർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ. കാരണം ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് നമ്മളിതെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ കൂടെ സൺലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പൂവായാലും നോക്കി നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ രാത്രി ആയപ്പോൾ നല്ല ഇരുട്ടായാലും ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തറിയാൻ വേണ്ടി പറ്റും. അതായത് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു റോ ഫുള്ള് നമ്മൾ ഇതന്നെയാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ ഇന്നായാലും നമുക്ക് പുതിയ പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ. അപ്പോൾ നോക്കിയാൽ താഴേക്കും ആ ഒരു കുഞ്ഞു കുഞ്ഞു ഓരോ മുട്ടുകളും എല്ലാം നന്നായിട്ട് കേട്ടോ ചെറിയ ചെറിയ മുളകളൊക്കെ വന്നില്ല. ആ ഒരു മുളകളൊക്കെ വീണ്ടും വലിയ രീതിയിൽ തന്നെ കമ്പൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ആവട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രയും ചൂടൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 5-6 ചൂട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാട്ടോ ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം ആയിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മളത് അവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത്. ബൈ.